നമസ്കാരം. ഇന്ത്യൻ ഓഡിറ്റിന്റെ ഏഴാമത്തെ ക്ലാസ്സാണ്. ഇവിടെ നമ്മൾ ഓഡിറ്റിനെ പറ്റി തന്നെയാണ് പറയുന്നത്. 1976 മുതലാണ് സർക്കാർ അക്കൗണ്ടുകളുടെ ഒരു വകുപ്പ് തിരിച്ചിട്ടുള്ള വിഭജനം തുടങ്ങിയത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അക്കൗണ്ടുകൾ സൂക്ഷിക്കാനുള്ള ഒരു ചുമതല അതത് വകുപ്പ് തലവന്മാർക്കായിട്ട് മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ പണം നൽകലുകളും അക്കൗണ്ട് സമാഹരിക്കലും എല്ലാം ഈ ഭരണ വകുപ്പിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറി. ഇപ്പൊ നമ്മൾ AG's ഓഫീസ് നമുക്കറിയാം, അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ്, അതിന്റെ ചുമതലകളെ പറ്റിയാണ് അടുത്ത് പറയാനുള്ളത്. അത് ചുമതലകൾ എന്ന് പറയുമ്പോൾ കുറേ ചുമതലകളുണ്ട്. ഒന്ന്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും ഓഫീസുകളുടെയും ജീവനക്കാരുടെയും പേയ്മെന്റും അക്കൗണ്ടിംഗ് നിർവഹണം. മറ്റൊന്ന്, ട്രഷറികള്, പൊതുമരാമത്ത്, വനം എന്നീ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ചെലവിൻ്റെയും വരവിൻ്റെയും വൗച്ചറുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രതിമാസ സംയോജനം. വേറൊന്ന്, പ്രതിമാസ ആഭ്യന്തര അക്കൗണ്ട്, വാർഷിക മൊത്ത അക്കൗണ്ട്, സാമ്പത്തിക കണക്ക് എന്നിവ തയ്യാറാക്കൽ. മറ്റൊന്ന്, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെൻഷൻ, മറ്റ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങിയ അനുവദിക്കുക. ഇപ്പം നമുക്കറിയാം, ജീവനക്കാരുടെ പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും അനുവദിക്കുന്നത് എൻ്റെ സാങ്ഷനിങ് അതോറിറ്റി അല്ല, മറിച്ച് അതിൻ്റെ ഓതറൈസേഷൻ, അംഗീകരിക്കൽ അല്ലെങ്കിൽ അനുവദിക്കൽ AG ആണ്. ചില സംസ്ഥാനങ്ങളിൽ ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളവും അനുവദിക്കൽ അതും AG ആണ്. നമുക്ക് കേരളത്തിൽ ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളം അനുവദിക്കുന്നത് AG ആണ്. അപ്പോൾ AGയുടെ പേ സ്ലിപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ ഗസറ്റഡ് ഓഫീസർമാർക്ക് സാലറി വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ AG ആണ് സാലറി, ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ സാലറി കേരളത്തിൽ ഓതറൈസ് ചെയ്യുന്നത്. ഇനി AGക്ക് ഓഡിറ്റിന്റെ ചുമതലകളുണ്ട്. സംസ്ഥാന സർക്കാർ കമ്പനികൾ, കോർപ്പറേഷൻ, സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ചെലവ്, വരവ്, അക്കൗണ്ട്, അതിൻ്റെയൊക്കെ ഓഡിറ്റിങ്. മറ്റൊന്ന്, സർക്കാർ, കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഓഡിറ്റിങ്. പിന്നെ സംസ്ഥാനങ്ങളുടെ സിവിൽ, വാണിജ്യ, റവന്യൂ ഇടപാടുകളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കൽ. മറ്റൊന്ന്, സംസ്ഥാന നിയമനിർമ്മാണ സഭയെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കാൻ സഹായിക്കുക. ഇതൊക്കെയാണ് AG's ഓഫീസിന്റെ ഓഡിറ്റ് ചുമതലയിൽ വരുന്നത്. നമുക്കറിയാം, ഇനി നമുക്ക് ട്രഷറിയെ പറ്റി ഒരു 3-4 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇപ്പം നമുക്കറിയാം, ജില്ലാ ട്രഷറിയാണ് ജില്ലയിലെ സർക്കാരിൻ്റെ ഇടപാടുകളുടെ അടിസ്ഥാന ഘടകവും കേന്ദ്രബിന്ദുവും. നമുക്ക് സബ് ട്രഷറീസ് ഉണ്ടെങ്കിലും സബ് ട്രഷറീസിൻ്റെ വർക്കുകളൊക്കെയും എല്ലാ ഇടപാടുകളും അത് ചെയ്യുന്നത് ജില്ലാ ട്രഷറിക്ക് വേണ്ടിയിട്ടാണ്, ഡിസ്ട്രിക്ട് ട്രഷറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ട്രഷറിയുടെ ചുമതലകളിലേക്ക് നമ്മൾ വരുമ്പോൾ പറയാനുള്ളത്, ട്രഷറി ചുമതല പൊതുജനങ്ങളിൽ നിന്നും വകുപ്പ് ഓഫീസർമാരിൽ നിന്നും പണം സ്വീകരിക്കലാണ് ഒരു ചുമതല. മറ്റൊന്ന്, സർക്കാർ ബില്ലുകൾ, ചെക്കുകൾ തുടങ്ങിയവയ്ക്ക് പണം നൽകുക. വേറൊന്ന്, വരവ് ചെലവ് കണക്ക് സൂക്ഷിക്കലും AGക്ക് നൽകലും ട്രഷറിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ പ്രാദേശിക സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ എന്നിവയുടെ ഫണ്ട് കൈമാറ്റത്തിനുള്ള ബാങ്കറായിട്ട് ട്രഷറി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഒപ്പിയം പോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്നിവയുടെ സൂക്ഷിപ്പ്. മറ്റൊന്ന്, സർക്കാർ ഫണ്ടുകൾ അല്ലെങ്കിൽ ധനം ബാക്കി സൂക്ഷിക്കലും സർക്കാർ ബിസിനസിന്റെയും ഉത്തരവാദിത്തം. ഇപ്പൊ ട്രഷറി പ്രവർത്തനത്തെ പറ്റി പറഞ്ഞാല്, ട്രഷറി ഓഫീസറും ട്രഷററും എത്തുമ്പോഴാണ് നമുക്ക് ട്രഷറിയുടെ ഒരു പ്രവർത്തനം തുടങ്ങുന്നത്. ഈ ട്രഷറിയിലെ പ്രധാനപ്പെട്ട ഓഫീസർമാർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ,
പിന്നെ ട്രഷറി ഓഫീസർ, ചീഫ് ട്രഷറർ, ചീഫ് അക്കൗണ്ടന്റ്, ഈ മൂന്ന് പേരുമാണ് പ്രധാനപ്പെട്ട ചുമതലക്കാർ. നമ്മളിത് ജില്ലാ ട്രഷറി ഓറിയന്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ട്രഷറി ഓഫീസറും ട്രഷറും വന്നാലേ അവരുടെ അടുത്ത് രണ്ടിടത്തും താക്കോലുകളുണ്ട്, സ്ട്രോങ് റൂമിന്റെ താക്കോലുണ്ട്. അപ്പോൾ അത് ഇരട്ടപ്പൂട്ടിലാണ് ഈ സ്ട്രോങ് റൂം സൂക്ഷിക്കുക, നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് രണ്ടുപേരുടെ കൈവശമുള്ള താക്കോലിട്ട് തുറന്ന് ആ ദിവസത്തേക്ക് ആവശ്യം വരാവുന്ന പണം എടുത്ത് ട്രഷറർക്ക് കൈമാറും. അപ്പോൾ ഇത് പിന്നെ രേഖപ്പെടുത്തിയ ശേഷം വീണ്ടും ഇരട്ട പൂട്ടിട്ട് ട്രഷറി പിന്നെ സ്ട്രോങ് റൂം പൂട്ടും. പിന്നെ വീണ്ടും പണം ആവശ്യം വന്നാൽ ഇതേ രീതിയിൽ തുറന്നിട്ട് പണം എടുക്കും. അപ്പോൾ ട്രഷററുടെ പക്കല് സൂക്ഷിക്കുന്ന എമൗണ്ടിന് ഒരു പരിധിയുണ്ട്, അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. ഈ വൈകിട്ടാവുമ്പോൾ ചീഫ് അക്കൗണ്ടന്റ് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയ ശേഷം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. അത് ട്രഷറി ഓഫീസർ പരിശോധിക്കണം. കണക്ക് ശരിയാക്കിയ ശേഷം ട്രഷററുടെ പക്കലുള്ള ക്യാഷ് ബാലൻസും പരിശോധിക്കും. തുടർന്ന് ലോക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. രീതി എന്ന് പറഞ്ഞാൽ ഈ ട്രഷററും അക്കൗണ്ടന്റും രണ്ട് സെക്ഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രഷറർ രാവിലെ എടുത്ത പണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കണക്കുകൾ വെച്ചിട്ട് അക്കൗണ്ടന്റ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. ഓരോ ദിവസത്തെയും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. ഈ ബാലൻസ് ഷീറ്റും ട്രഷററുടെ ക്യാഷ് ബാലൻസും തമ്മിൽ ടാലി ആവണം. അത് വൈകിട്ട് പിന്നെ ട്രഷറി ഓഫീസർ പരിശോധിക്കേണ്ടതാണ്. ഈ കണക്ക് ശരിയാക്കിയ ശേഷം മാത്രമാണ് ശരിക്കും വീണ്ടും ലോക്കിങ് ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് പാരലായിട്ട് പോകുന്ന രണ്ടും രണ്ട് സെക്ഷനാണ്, രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ചീഫ് അക്കൗണ്ടന്റ് കണക്കുകൾ വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. ഇപ്പുറത്ത് പണം വിതരണം, പണം സ്വീകരിക്കലൊക്കെ ചീഫ് ട്രഷററുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അല്ല ഒരാൾ തന്നെ ഈ രണ്ട് ഡ്യൂട്ടിയും കൂടി ചെയ്താൽ ഇതിൽ ഒരു പിന്നെ മാൽ പ്രാക്ടീസിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പാരലൽ സിസ്റ്റം ജില്ലാ ട്രഷറികളിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഓഡിറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതിൽ നല്ലത് കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ്. ട്രഷറി നമുക്കറിയാം, ട്രഷറി എത്ര തരം ഉണ്ടെന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തത്. അത് നമുക്കറിയാം, ബാങ്കിങ് ട്രഷറിയും നോൺ ബാങ്കിങ് ട്രഷറിയും അങ്ങനെ രണ്ട് തരം ട്രഷറികളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ജില്ലാ ട്രഷറിയിൽ നിന്ന് അക്കൗണ്ടന്റ് ജനറൽ AGക്ക് അയക്കുന്ന പ്രതിമാസ റിട്ടേണുകൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് അയക്കാറുള്ളത്. അവ ഏതൊക്കെയാണ്? അപ്പോൾ ജില്ലാ ട്രഷറിയിൽ നിന്ന് AGക്ക് അയക്കുന്നത് രണ്ട് മന്ത്ലി റിട്ടേൺസ് രണ്ട് ഭാഗങ്ങളാണുള്ളത്. അതൊന്ന് സംസ്ഥാന ഗവൺമെന്റുമായും രണ്ടാമത്തെ കേന്ദ്ര ഗവൺമെന്റുമായും ബന്ധപ്പെട്ട ഇടപാടുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് അയക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു മാസത്തെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്താലുടൻ പ്രതിമാസ അക്കൗണ്ടുകളുടെ ഒരു പകർപ്പ് അക്കൗണ്ടന്റ് ജനറൽ ആർക്കാണ് അയക്കുന്നത്? അത് സംസ്ഥാന ഗവൺമെന്റിനാണ്. അപ്പോൾ AG സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു മാസത്തെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്താലുടൻ ഈ പ്രതിമാസ അക്കൗണ്ടുകളുടെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോപ്പി അക്കൗണ്ടന്റ് ജനറൽ ആർക്കയക്കും? സംസ്ഥാന ഗവൺമെന്റിന് അയക്കും. അടുത്ത ചോദ്യം, പെൻഷൻ പേയ്മെന്റ് ഓർഡർ നൽകാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? പെൻഷൻ പേയ്മെന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ PPO എന്ന് പറയുന്നത് ഒരു പെൻഷനർക്ക് കിട്ടുന്ന പെൻഷൻ അനുവദിച്ചുകൊണ്ട് കിട്ടുന്ന ഉത്തരവാണ് PPO. ആ PPO ആരാണ് നൽകുന്നത്? അത് AG ആണ്, അക്കൗണ്ടന്റ് ജനറൽ ആണ്. അടുത്ത ചോദ്യം, ഓഡിറ്റിന്റെ പ്രധാന ലക്ഷ്യം ആരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്? ഓഡിറ്റിന്റെ പ്രധാന ലക്ഷ്യം ആരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്? അത് ടാക്സ് പെയറുടെയാണ്, അതായത് നികുതിദായകന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം, സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന സാമ്പത്തിക സ്വഭാവമുള്ള എല്ലാ നിയമങ്ങളും സ്റ്റാൻഡിംഗ് ഓർഡറുകളും അന്തിമമായി പരിശോധിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അധികാര കേന്ദ്രം ആരാണ്? അതായത് സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന സാമ്പത്തിക സ്വഭാവമുള്ള എല്ലാ നിയമങ്ങളും സ്റ്റാൻഡിംഗ് ഓർഡറുകളും അന്തിമമായി പരിശോധിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. അടുത്ത ചോദ്യം,
ഒരു ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ തീയതിക്ക് എത്ര കാലം മുമ്പ് വരെ മാത്രമേ പെൻഷൻ പേയ്മെന്റ് ഓർഡർ നൽകാവൂ? ഒരു ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ തീയതിക്ക് എത്ര കാലം മുമ്പ് വരെ മാത്രമേ പെൻഷൻ പേയ്മെന്റ് ഓർഡർ നൽകാവൂ? ആൻസർ 2 ആഴ്ച എന്ന. പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇപ്പം വരുന്നത്. അതിന് മുന്നേയൊക്കെ പെൻഷൻ പാസ്സായി ഓർഡർ PPO വരുന്നുണ്ട്. അപ്പോൾ 2 ആഴ്ച മുമ്പ് മാത്രമേ PPO നൽകാവൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, RBIയുടെ കറൻസി ചെസ്റ്റുകൾ നോൺ ബാങ്കിങ് ട്രഷറികളിലും സബ് ട്രഷറികളിലും പരിപാലിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാം റിസർവ് ബാങ്കിന്റെ ആണ് കറൻസി ചെസ്റ്റ് എന്ന് പറയുന്ന RBIയുടെ കൺട്രോളിലാണ്. അത് നോൺ ബാങ്കിങ് ട്രഷറികളിലും സബ് ട്രഷറികളിലും പരിപാലിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചത്. അതായത് ട്രഷറി ബാലൻസുകളിൽ അനാവശ്യമായി പണം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും അത്തരം ബാലൻസുകളിൽ നിന്ന് പണം കൈമാറുന്നത് എളുപ്പമാക്കാനും. ട്രഷറി ബാലൻസും കറൻസി ചെസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ട്രഷറി ബാലൻസിലെ അനാവശ്യമായി പണം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് RBI ഇങ്ങനെ കറൻസി ചെസ്റ്റുകൾ സബ് ട്രഷറിയിലും നോൺ ബാങ്കിങ് ട്രഷറിയിലൊക്കെ വെച്ചു പോരുന്നത്. അടുത്ത ചോദ്യം, ജില്ലാ ട്രഷറികൾ തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കുകൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? അത് AGക്കാണ്, അക്കൗണ്ടന്റ് ജനറലാണ്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ട്രഷറികൾ ആരുടെ നിയന്ത്രണത്തിലാണ്? സ്റ്റേറ്റ് ട്രഷറികൾ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. അടുത്ത ചോദ്യം, ഓരോ ട്രഷറിയും ആര് നിയമിക്കുന്ന ഗസറ്റഡ് ഓഫീസർ മുഖേനയാണ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നത്? അപ്പോൾ അത് അക്കൗണ്ടന്റ് ജനറലാണ്. അപ്പോൾ അത് നമുക്ക് അറിയാത്ത കാര്യമായിരിക്കും ചിലർക്ക്. അതായത് അക്കൗണ്ടന്റ് ജനറൽ കൃത്യമായ ഇടവേളകളിൽ ചില ഗസറ്റഡ് ഓഫീസർമാരെ നിയമിക്കും. എന്തിനു വേണ്ടിയിട്ട്? ട്രഷറികൾ പരിശോധിക്കാൻ വേണ്ടി. അത് നിയമിക്കുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. അടുത്ത ചോദ്യം, ഒരു ഗസറ്റഡ് ഓഫീസറുടെ ശമ്പളവും അലവൻസുകളും അക്കൗണ്ടന്റ് ജനറൽ ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത്? ഒരു ഗസറ്റഡ് ഓഫീസറുടെ ശമ്പളവും അലവൻസുകളും അക്കൗണ്ടന്റ് ജനറൽ ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത്? ആ രജിസ്റ്ററിനാണ് എൻടൈറ്റിൽമെന്റ് രജിസ്റ്റർ എന്ന് പറയും. സാധാരണഗതിയിൽ അതിന് ഗസറ്റഡ് എൻടൈറ്റിൽമെന്റ് രജിസ്റ്റർ എന്നാണ് പറയുക. ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും അക്കൗണ്ടന്റ് ജനറൽ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററാണ്. അവർക്ക് സർവീസ് ബുക്ക് അക്കൗണ്ടന്റ് ജനറൽ സൂക്ഷിക്കുന്നില്ല. അടുത്ത ചോദ്യം, സ്വന്തമായി നേരിട്ട് പണമിടപാടുകൾ നടത്തുന്ന ട്രഷറി ഏതാണ്? നമുക്കറിയുന്നതാണ്. താഴെ പറയുന്നവയിൽ ട്രഷറിയിലെ ജീവനക്കാരനല്ലാത്തത് ആരാണ്? ട്രഷറിയിലെ ജീവനക്കാരൻ എന്ന് പറയുന്നത് അല്ലാത്ത ഒരു ചോദ്യമാണ്. ചോദ്യം ഒരിക്കലും ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ തവണ മേലത്തെ പറഞ്ഞ ചോദ്യം ഏതായിരുന്നു? സ്വന്തമായി നേരിട്ട് പണമിടപാടുകൾ നടത്തുന്ന ട്രഷറിയാണ് നോൺ ബാങ്കിങ് ട്രഷറി. നോൺ ബാങ്കിങ് ട്രഷറിയിലാണ് അത്. നോൺ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ തന്നെ ബാങ്ക് അല്ല, ട്രഷറി തന്നെയാണ് അവിടെ പണമിടപാട് നടത്തുക. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. ബാങ്കിങ് ട്രഷറി എന്ന് പറഞ്ഞാൽ ബാങ്കാണ് പണമിടപാട് നടത്തുന്നത്, ട്രഷറി ബാക്കി എല്ലാ കാര്യങ്ങളും. നോൺ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ല പ്രവർത്തനം നടത്തുന്നത്, പണമിടപാട് നടത്തുക. അപ്പോൾ ട്രഷറിയാണ് പണമിടപാട് നടത്തുന്നത്. അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എംപ്ലോയി ഓഫ് ട്രഷറി? ട്രഷറിയിലെ ഒരു എംപ്ലോയി അല്ലാത്ത താഴെ പറയുന്നവയെ ആരാണ്? നമുക്ക് അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടന്റ് ട്രഷറിയിലുള്ള ഉദ്യോഗസ്ഥനാണ്. ട്രഷറർ ട്രഷറിയിലുള്ളതാണ്. കാഷ്യർ അല്ല. കാഷ്യർ ട്രഷറിയിൽ ഉള്ള അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ട്രഷറിയിലെ ഒരു ഉദ്യോഗസ്ഥന് ഇല്ല. അതുകൊണ്ട് അതാണ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആർക്കു വേണ്ടി എക്സിക്യൂട്ടീവിന്റെ ഇടപാടുകൾ ഓഡിറ്റ് ചെയ്യുന്നു? ഇന്ത്യൻ ഓഡിറ്റ് അത് പാർലമെന്റിനും നിയമസഭയ്ക്കും വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഇടപാടുകൾ ഓഡിറ്റ് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവിന്റെ ഇടപാടുകൾ. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ അക്കൗണ്ടിംഗ് വിഭാഗത്തിന്റെ തലവൻ ആരാണ്? അത് CAG ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അക്കൗണ്ടിംഗ് വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത് CAG ആണ്.
അടുത്ത ചോദ്യം, നോൺ ബാങ്കിങ് ട്രഷറി എന്നാൽ എന്താണ്? അപ്പോൾ അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ട്രഷറിയിലെ പണമിടപാടുകൾ ട്രഷറി തന്നെ നടത്തുന്നു, നോൺ ബാങ്കിങ് ആണ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ല എന്നർത്ഥം. അടുത്ത ചോദ്യം, അന്തർ സംസ്ഥാന സസ്പെൻസ് അക്കൗണ്ടുകളുടെ ഇന്റർസ്റ്റേറ്റ് സസ്പെൻസ് പ്രതിമാസ കണക്കുകളെ എന്താണ് വിളിക്കുന്നത്? അന്തർ സംസ്ഥാന സസ്പെൻസ് അക്കൗണ്ടുകളുടെ പ്രതിമാസ കണക്കുകളെ വിളിക്കുന്നത് അത് സെറ്റിൽമെന്റ് അക്കൗണ്ടുകൾ എന്നാണ്. സെറ്റിൽമെന്റ് അക്കൗണ്ടുകൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഓഫീസുകളിൽ നേരിട്ടെത്തി വൗച്ചറുകളും മറ്റു രേഖകളും പരിശോധിച്ച് നടത്തുന്ന ഓഡിറ്റിനെ എന്ത് വിളിക്കുന്നു? മനസ്സിലായില്ല, അത് പ്രധാനപ്പെട്ടതാണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ട. മേലത്തെ അന്തർ സംസ്ഥാന സസ്പെൻസ് അക്കൗണ്ടുകളെ സംബന്ധിച്ച പ്രതിമാസ കണക്കുകളെ സംബന്ധിച്ച് ഉള്ള അത് ആ കണക്കുകൾക്ക് പറയുന്ന പേരാണ് സെറ്റിൽമെന്റ് അക്കൗണ്ടുകൾ. പിന്നെ ഈ ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഓഫീസുകളിൽ, നമുക്ക് സാധാരണ ഓഫീസുകളിലൊക്കെ നേരിട്ടെത്തിയിട്ട് വൗച്ചറും ബില്ലുകളും ഒക്കെ പരിശോധിച്ച് നടത്തുന്ന ഓഡിറ്റിനാണ് എന്ത് പറയുന്നത്? അതിനാണ് നമ്മൾ ലോക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അക്കൗണ്ടുകൾ ശരിയായിരിക്കുകയും നിയമലംഘനം ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും പൊതുപണം അനുചിതമായി ചെലവാക്കുന്നതോ പാഴാക്കുന്നതോ ആയ കേസുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഓഡിറ്റിനെ എന്ത് വിളിക്കുന്നു? അതിനാണ് നമ്മൾ പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ കൂടിയ വാചകം ഞാൻ വായിക്കാം. അക്കൗണ്ടുകൾ ശരിയായിരിക്കുകയും നിയമലംഘനങ്ങൾ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും പൊതുപണം അനുചിതമായി ചെലവാക്കുന്നതോ പാഴാക്കുന്നതോ ആയ കേസുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന തരം ഓഡിറ്റാണ്. ആ ഓഡിറ്റിനാണ് പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ട്രഷറി അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ, ഷെഡ്യൂളുകൾ, ക്യാഷ് അക്കൗണ്ടുകൾ തുടങ്ങിയവ അക്കൗണ്ടുകളുടെ ക്രോഡീകരണത്തിനായി, കൺസോൾട്ടേഷനായിട്ട് അക്കൗണ്ടന്റ് ജനറലിന് അയക്കുന്നത് എപ്പോഴാണ്? ഓരോ മാസവും അയക്കണം. മന്ത്ലിയാണ്, പ്രതിമാസം അയക്കണം. അടുത്ത ചോദ്യം, ഓരോ ട്രഷറിയും നിശ്ചിത ഇടവേളകളിൽ ഒരു ഗസറ്റഡ് ഓഫീസർ മുഖേന പരിശോധിക്കപ്പെടുന്നു. ഈ ഓഫീസറെ നിയോഗിക്കുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞതാണ്. അത് ഗസറ്റഡ് ഓഫീസറെ നിയമിക്കുന്നത് പിന്നെ അക്കൗണ്ടന്റ് ജനറൽ ആണ്. അടുത്ത ചോദ്യം, അന്തർ സംസ്ഥാന സസ്പെൻസ് അക്കൗണ്ടുകൾ തയ്യാറാക്കി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഏജിക്ക് അയക്കുന്നു. ഈ അക്കൗണ്ടുകളെ വിളിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതാണ് സെറ്റിൽമെന്റ് അക്കൗണ്ട്. അടുത്ത ചോദ്യം, ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും നിയന്ത്രിക്കുക, പെൻഷൻ, ഗ്രാറ്റുവിറ്റി തുടങ്ങിയവയ്ക്കുള്ള പേയ്മെന്റ് അധികാരം നൽകുക എന്നിവയെ അക്കൗണ്ടന്റ് ജനറലിന്റെ ഏത് പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്? അത് എൻടൈറ്റിൽമെന്റ് ഫംഗ്ഷൻ എന്ന വിഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും നിയന്ത്രിക്കുക, പെൻഷനും ഗ്രാറ്റുവിറ്റി പോലുള്ള പേയ്മെന്റ് അധികാരം നൽകുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അക്കൗണ്ടന്റ് ജനറലിന്റെ ഏത് പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്? അതിനാണ് നമ്മൾ എൻടൈറ്റിൽമെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു നോൺ ബാങ്കിങ് ട്രഷറി എന്നത് പണമിടപാടുകൾ ആര് നടത്തുന്ന? അത് ട്രഷറി തന്നെ നേരിട്ട് പറയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് നൽകുന്ന വായ്പകളെയും അഡ്വാൻസുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഏത് സർക്കാർ അക്കൗണ്ടുകളിൽ നിന്നാണ് ലഭിക്കുന്നത്? ഗവൺമെന്റ് നൽകുന്ന വായ്പകളെയും പറ്റി അഡ്വാൻസുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഏത് സർക്കാർ അക്കൗണ്ടുകളിൽ നിന്നാണ് ലഭിക്കുന്നത്? അത് ഫിനാൻസ് അക്കൗണ്ടുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഫിനാൻസ് അക്കൗണ്ടുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, നികുതി നിർണയം എന്ന് പറയുന്നത്, അതായത് അസസ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു നടപടിയാണ്? അതിന് നമ്മൾ ക്വാസി ജുഡീഷ്യൽ നടപടി എന്ന് പറയുന്നു. ക്വാസി ജുഡീഷ്യൽ നടപടി എന്നാണ് പറയുക അസസ്മെന്റ് ഓഫ് ടാക്സിന്. നികുതി നിർണയം എന്ന് പറയുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ്. അടുത്ത ചോദ്യം, ട്രഷറിയിൽ നിന്ന് അക്കൗണ്ടന്റ് ജനറലിന് അയക്കുന്ന പ്രതിമാസ റിട്ടേണുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിവിടെ കുറേ ഇത് പറയുന്നുണ്ട്. അത് ഷെഡ്യൂൾ ഓഫ് റെസീപ്റ്റ്സ് ഉണ്ട്, ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് ഉണ്ട്, ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. പിന്നെ ഉള്ളത് ചെലാൻ അക്കൗണ്ടാണ്. ചെലാൻ അക്കൗണ്ടാണ് ട്രഷറിയിൽ നിന്ന് പ്രതിമാസ റിട്ടേണുകളിൽ ഏജിക്ക് അയക്കുന്ന പ്രതിമാസ റിട്ടേണുകളിൽ ഉൾപ്പെടാത്തത് ചെലാൻ അക്കൗണ്ടുകളാണ്. അടുത്ത ചോദ്യം,
ട്രഷറികൾ തമ്മിലുള്ള പണക്കൈമാറ്റം, കറൻസി ടെസ്റ്റുകൾ, വിവിധ അക്കൗണ്ടിംഗ് സർക്കിളുകൾ തമ്മിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങിയ ഇടപാടുകൾ സർക്കാർ അക്കൗണ്ടുകളുടെ പാർട്ട് 3യിൽ ഏത് തലക്കെട്ടുകളിൽ കീഴിലാണ് വരുന്നത്? ട്രഷറികൾ തമ്മിലുള്ള പണക്കൈമാറ്റം എന്ന് മാത്രം നമ്മൾ കേട്ടാൽ മതി. കറൻസി ടെസ്റ്റുകളിലെ കൈമാറ്റം, അപ്പോൾ അത് ഏതിലാണ് വരുന്നത്, ഏത് തലക്കെട്ടിന്റെ കീഴിലാണ് അത് വരുന്നതെന്നാണ് ചോദ്യം. അത് റെമിറ്റൻസ് ആൻഡ് സസ്പെൻസ് എന്ന തലക്കെട്ടിന്റെ കീഴിലാണ് അത് വരുന്നത്. റെമിറ്റൻസ് ആൻഡ് സസ്പെൻസ് എന്ന തലക്കെട്ടിന്റെ കീഴിലാണ് ഏത് വരുന്നത്? ട്രഷറികൾ തമ്മിലുള്ള പണക്കൈമാറ്റവും കറൻസി ടെസ്റ്റുകൾ തമ്മിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങിയ ഇടപാടുകൾ. അടുത്ത ചോദ്യം, ഒരു ജില്ലയിലെ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ പ്രാഥമിക രേഖകൾ സൂക്ഷിക്കുന്ന അടിസ്ഥാന യൂണിറ്റും പ്രധാന കേന്ദ്രവും ഏതാണ്? നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? ജില്ലാ ട്രഷറിയാണ്. ജില്ലാ ട്രഷറി. സബ് ട്രഷറികളിൽ നിന്നുള്ള ഇടപാടുകളുടെ കണക്കുകൾ ജില്ലാ ട്രഷറികളിലേക്ക് അയക്കുന്നതിന്റെ കാലയളവ് എന്താണ്? സബ് ട്രഷറികളിൽ നിന്ന് ജില്ലാ ട്രഷറിയിലേക്ക് അത് കണക്കുകളെല്ലാം ഏത് ദിവസം അയക്കേണ്ടത്? എല്ലാ ദിവസവും അയക്കണം. കാരണം അതിൻ്റെ ഒരു കാരണമുണ്ട്. അതായത് ജില്ലാ ട്രഷറിക്ക് വേണ്ടിയിട്ടാണ് സബ് ട്രഷറി വർക്ക് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അക്കൗണ്ടന്റ് ജനറലിലേക്ക് കണക്കുകളും അവയെ പിന്തുണയ്ക്കുന്ന രേഖകളും എത്തുന്ന സോഴ്സ് ഏതൊക്കെയാണ്? അത് ജില്ലാ ട്രഷറികൾ, ഗവൺമെൻറ് പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസുകൾ, പൊതുമരാമത്ത്, വനം വകുപ്പ് ഡിവിഷനുകൾ, ഇതിൽ നിന്നെല്ലാം എത്തുന്ന ഉറവിടങ്ങളാണ് അക്കൗണ്ടന്റ് ജനറലിലേക്ക് കണക്കുകളും അവയെ പിന്തുണയ്ക്കുന്ന രേഖകളും ഈ സോഴ്സിൽ നിന്നൊക്കെയാണ് എത്തുന്നത്. അടുത്ത ചോദ്യം, ഒരു പ്രൊജക്റ്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിന് മുമ്പുള്ള നിർമ്മാണ ചെലവുകളും ഉപകരണങ്ങൾക്കുള്ള ചെലവുകളും വഹിക്കേണ്ടത് ഏതിൽ നിന്നാണ്? ഒരു പ്രൊജക്റ്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിന് മുമ്പുള്ള നിർമ്മാണ ചെലവ്, ഉപകരണങ്ങൾക്കുള്ള ചെലവൊക്കെ ഏതിൽ നിന്നാണ് വഹിക്കേണ്ടതെന്നാണ് ചോദ്യം. അത് വഹിക്കേണ്ടത് ക്യാപിറ്റലിൽ നിന്നാണ്. ക്യാപിറ്റലിൽ നിന്നാണ് അത് വഹിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, സർക്കാർ വകുപ്പുകളെ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളായും കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റുകളായും എന്തിനു വേണ്ടിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്? അത് ഫോർ ദ പർപ്പസ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസാക്ഷൻസ് എയ്തർ ബൈ ക്യാഷ് ഓർ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതായത് പണമായിട്ടോ ബുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ വഴിയോ ഉള്ള വകുപ്പുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ വകുപ്പുകളെ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടും കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അക്കൗണ്ടുകൾ അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലാക്കിയത് ഏത് വർഷം മുതലാണ്? അതായത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അക്കൗണ്ടുകൾ വകുപ്പ് തലത്തിലേക്ക് മാറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് 1976 മുതലാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളെയും ഉൾക്കൊള്ളിക്കൊണ്ട്, അത് ഇപ്പോഴത്തെ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റലൈസ്ഡ് അക്കൗണ്ടിംഗ് സംവിധാനത്തിന് കീഴിൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ സെക്രട്ടറി മുഖ്യ അക്കൗണ്ടിംഗ് അതോറിറ്റിയായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം തന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരുടെ സഹായത്തോടെയാണ്? അതെ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് 1976 ഈ ഡിപ്പാർട്ട്മെന്റലൈസ്ഡ് അക്കൗണ്ടിംഗ് സംവിധാനത്തിന് വന്നത്. അതായത് വകുപ്പ് തലത്തിലുള്ള കണക്കുകളും എല്ലാം സൂക്ഷിക്കേണ്ട വകുപ്പ് മേധാവിയാണ്. അദ്ദേഹം ഇത് ആരുടെ സഹായത്തോടെയാണ് ഈ അക്കൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിന് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാവും. അതാണ് ഫിനാൻഷ്യൽ അഡ്വൈസർ, അല്ലെങ്കിൽ മലയാളം ധനകാര്യ ഉപദേഷ്ടാവിൻ്റെ സഹായത്തോടെയാണ് ഓരോ വകുപ്പിലെയും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് അതിൻ്റെ അക്കൗണ്ടിങ് സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രാലയങ്ങളുടെ വകുപ്പുകളുടെ ബജറ്റ് തയ്യാറാക്കുന്നതും വിവിധ വിഭാഗങ്ങളിലേക്ക് ബജറ്റ് വിഹിതം അനുവദിക്കുന്നതും ആരുടെ ഉത്തരവാദിത്വമാണ്? അത് ഈ ധനകാര്യ ഉപദേഷ്ടാവിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത ചോദ്യം, അക്കൗണ്ടന്റ് ജനറൽ സംസ്ഥാനത്തെ അക്കൗണ്ടുകൾ ക്രോഡീകരിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന രേഖകളും വിവരങ്ങളും ലഭിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ്? അതായത് ജില്ലാ ട്രഷറിയിൽ നിന്ന് കിട്ടും, ചെക്ക് വഴി പണം നൽകാൻ അധികാരമുള്ള വകുപ്പുകളിൽ നിന്ന് കിട്ടും, മറ്റ് ഏജികളിൽ നിന്നുള്ള ഇൻഡർസ്റ്റേറ്റ് സസ്പെൻസ് അക്കൗണ്ടുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം,
ഓഡിറ്റിന്റെയും ഭരണത്തിന്റെയും പങ്ക് യഥാർത്ഥത്തിൽ എന്താണ്? ഓഡിറ്റും ഭരണവും അത് കോംപ്ലിമെന്ററി ടു ഈച്ച് അതറാണ്. അതായത് ഓഡിറ്റും ഭരണവും പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെന്ററി ടു ഈച്ച് അതറാണ്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.